ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. നമ്മളൊന്ന് പറയാൻ പോകുന്ന കഥ ലോക ചരിത്രത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയതും ഇപ്പോൾ നടക്കുന്ന പല സംഭവങ്ങൾക്കും കാരണഭൂതമായ ഒരു കഥയാണ്. കഥ നടക്കുന്നത് 1453 യൂറോപ്പിലെ ഒരു നഗരമായ കോൺസ്റ്റാന്റിനോപ്പിളിലാണ്. അപ്പോൾ അന്ന് കോൺസ്റ്റാന്റിനോപ്പിൾ ഭരിക്കുന്നത് റോമ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായ കോൺസ്റ്റാന്റിനോപ്പിൾ 11-ാമനാണ്. അതേ പേരിലുള്ള മറ്റൊരു ചക്രവർത്തിയാണ് ഈ നഗരം സ്ഥാപിച്ചത്. പക്ഷേ ഇന്ന് ഭരിക്കുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ 11-ാമനാണ്. അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ 11-ാമൻ അവിടെ തരക്കേടില്ലാതെ ഭരണമൊക്കെ നടത്തി വരുന്നു. അപ്പോൾ തൊട്ടടുത്തുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ നല്ല ഒരു സമാധാനമായ രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന നഗരം ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ കീ ആയ ഒരു പൊസിഷനിലാണ്. ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെയും യൂറോപ്യൻ ഭൂഖണ്ഡത്തിനെയും കണക്ട് ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ ഇരിക്കുന്നത്. അവിടെയുള്ള കടലിടുക്ക്, അവിടെയുള്ള തുറമുഖങ്ങളൊക്കെ തന്നെ വളരെ വ്യാപാര പ്രസിദ്ധമാണ്. ഒരുപാട് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സാണ് അവിടെ എല്ലാം ഉള്ളത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഭരണം പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ സുൽത്താൻ മുഹമ്മദ് 2-ാമൻ ഭരണമേൽക്കുന്നു ഈ കോൺസ്റ്റാന്റിനോപ്പിളിലല്ല, തൊട്ടടുത്ത രാജ്യത്ത്. അപ്പോൾ സുൽത്താൻ മുഹമ്മദ് 1 പുത്രനായാണ് സുൽത്താൻ മുഹമ്മദ് 2-ാമൻ ഭരണമേൽക്കുന്നത്. 19 വയസ്സുള്ള 1450 അദ്ദേഹം ഭരണം ഏറ്റെടുക്കുന്നത് അച്ഛൻ്റെ മരണത്തിന് ശേഷം. അപ്പോൾ ഈ അച്ഛൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹം ഭരണം എടുക്കുമ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന നഗരം തൻ്റെ വരുതിയിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു പരിപാടിയാണ് അദ്ദേഹം ആദ്യം ചെയ്തത്. അതിനുവേണ്ടി ആദ്യം അറ്റാക്കൊന്നും ചെയ്തില്ല. പക്ഷേ അദ്ദേഹത്തിനുള്ള തോട്ട് പ്രോസസ്സ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കുറിച്ചിട്ടിരുന്നു. കാര്യം അദ്ദേഹത്തിൻ്റെ അച്ഛനായ മുഹമ്മദ് 1-ാമൻ ഈ സിറ്റി കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്തു. അത് പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന നഗരം ഏതാണ്ട് 3 അടുക്കുകളായിട്ടാണ് ഇതിൻ്റെ ഔട്ടർ വാൾസ് സിറ്റി ചെയ്യുന്നത്. ഈ ഒരു കോട്ടയുടെ മതിൽക്കെട്ട് പോലെ നഗരത്തിന് ചുറ്റാകെ ഏതാണ്ട് 20ഓളം കിലോമീറ്റർ നീളത്തിന് നഗരത്തിന് ചുറ്റി വളഞ്ഞ് ഈ പോർട്ടിനെയൊക്കെ ഫേസ് ചെയ്യുന്ന സ്ഥലത്ത് വലിയ മതിൽക്കെട്ടുണ്ട്. അത് ഒരു ഔട്ടർ ലെയർ ഉണ്ട്, പിന്നെ കുറച്ച് ലാൻഡ്, പിന്നെ അതിൻ്റെ അകത്തൊരു ഇന്നർ ലെയർ, പിന്നെയും കുറച്ച് ലാൻഡ്, പിന്നെ അകത്തൊരു വോൾ, അങ്ങനെയാണ്. അപ്പം വളരെ പെട്ടെന്നൊന്നും ഈ അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ മതിലുകൾ ഭേദിച്ച് അകത്തേക്ക് എത്താൻ പറ്റത്തില്ല. കൂടുതൽ കാര്യം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരുപാട് നേരം അവർ ഫൈറ്റ് ചെയ്യും, ഒരുപാട് ദിവസങ്ങളോളം അവർ ഫൈറ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് റിസൾട്ടൊന്നും വരാതെ വരുമ്പോൾ അവർ പരാജിതരായി മടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മുഹമ്മദ് 2-ാമൻ ഭരണത്തിൽ വന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ വലിയ ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു ഈ കോൺസ്റ്റാന്റിനോപ്പിൾ നഗരം പിടിച്ചടക്കുക എന്നുള്ളത്. അങ്ങനെ 1452 ബോസ്ഫറസ് എന്ന് പറയുന്ന ഒരു സ്ഥലം, ഈ കോൺസ്റ്റാന്റിനോപ്പിളിന് തൊട്ടടുത്തുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് അദ്ദേഹം ഒരു കോട്ടയൊക്കെ കെട്ടി അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൾക്കാരൊക്കെ നിർത്താൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ കോൺസ്റ്റാന്റിനോപ്പിളിനെ ഓൺ ദ വിസിനിറ്റിയിൽ കീപ്പ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം ആ കോട്ടയൊക്കെ അവിടെ സ്ഥാപിച്ചത്. അങ്ങനെ 1453 ഓട്ടോമാൻ എംപയറാണ് ഈ സുൽത്താൻ മുഹമ്മദിൻ്റെ. ഈ ഓട്ടോമാൻ എംപയർ സുൽത്താൻ മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ ആർമിയൊക്കെ ആയിട്ട് കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിക്കുന്നു. ഒരു ഏപ്രിൽ മാസമാണ്. അപ്പോൾ 21 വയസ്സേ ആയിട്ടുള്ളൂ ഈ രാജകുമാരനെന്ന് ആലോചിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജസഭയിലുള്ള ഖലീൽ പാഷ പോലുള്ള വലിയ സീനിയറായിട്ടുള്ള അഡ്വൈസേഴ്സ് അദ്ദേഹത്തിന് ആദ്യം ഒരു വാർണിംഗ് കൊടുത്തു. ഇത് നമ്മൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കാൻ പോകുന്ന അത്ര ബുദ്ധിപരമായ ഒരു സമീപനമല്ല. കാര്യം നമ്മൾ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 3 സെക്ഷൻ ഓഫ് വാൾസ് ഉണ്ട്. അത് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. താങ്കളുടെ അച്ഛൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ നേരം യുദ്ധം നമുക്ക് നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ അറ്റംപ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് സേഫ് എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ സുൽത്താനെ അദ്ദേഹത്തിൻ്റെ ഈ ഖലീൽ പാഷ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കാലത്തുണ്ടായിരുന്ന അഡ്വൈസറാണ്. സുൽത്താനായിട്ടുള്ള ഏജ് ഗ്രൂപ്പിലുള്ള അഡ്വൈസേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ അവരിൽ ചിലർ വളരെ ശക്തമായി ഈ അറ്റാക്കിനെ പിന്തുണച്ചു. സുൽത്താൻ, നിങ്ങൾ അറ്റാക്ക് ചെയ്യണം, നമ്മളെല്ലാ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടായിരിക്കും, നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോയി അറ്റാക്ക് ചെയ്യുക എന്നുള്ളൊരു അപ്രോച്ചാണ്, അല്ലെങ്കിൽ ഒരു മോഡസ് ഓഫ് ഓപ്പറൻഡിയാണ് അവർ മുന്നോട്ട് വെച്ചത്. സുൽത്താൻ വളരെ വളരെ ഇച്ഛാശക്തിയുള്ള വളരെ ഷാർപ്പായിട്ടുള്ള ഒരാളായിരുന്നു. അയാളുടെ പ്രായത്തിലും കവിഞ്ഞ ബുദ്ധി കൂർമ്മതയുള്ള യുദ്ധതന്ത്രങ്ങൾ അറിയാവുന്ന ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹം യുദ്ധത്തിന് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ വളരെ കുഞ്ഞിലേ തന്നെ ഈ സുൽത്താനെ
ഈ രാജകുമാരനെ അടുത്ത സുൽത്താനാക്കണം എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിൽ തന്നെയാണ് അദ്ദേഹത്തിന് അച്ഛൻ ട്രെയിൻ ചെയ്തുകൊണ്ട് വന്നതും ആയുധവിദ്യകളൊക്കെ പഠിപ്പിക്കുന്നതൊക്കെ. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞാൽ 1453 ഏപ്രിൽ മാസം സുൽത്താൻ മെഹമ്മദും കൂട്ടരും കോൺസ്റ്റാന്റിനോപ്പിൾ നഗരം കീഴടക്കാനായി പോന്നു. അപ്പോൾ ഈ കോൺസ്റ്റാന്റിനോപ്പിൾ നഗരത്തിന് വലിയ ചരിത്രങ്ങളുണ്ട്, വലിയ ചരിത്രമുണ്ട്. 1204 12ാം നൂറ്റാണ്ടിൽ നടന്ന ക്രൂസൈഡ് വാറിലൊക്കെ പിടിച്ചടക്കപ്പെട്ട ഒരു നഗരമാണ് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ നഗരം. അതിനുശേഷം പിന്നീട് റോമാ സാമ്രാജ്യം അവിടെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് വയ്ക്കുന്നു. റോമാ സാമ്രാജ്യത്തിൻ്റെ ലേറ്റർ പീരീഡിലുള്ള രാജാക്കന്മാരെ പറഞ്ഞു വന്നിരുന്ന പേരാണ് ബൈസ്റ്റാൻഡിയൻ എംപയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ റോമാ സാമ്രാജ്യത്തിന് 27ാം BC റോമാ സാമ്രാജ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് തുടങ്ങി ഏതാണ്ട് 1500 വർഷം കഴിയുമ്പോഴാണ് ഈ യുദ്ധം നടക്കുന്നത്. അപ്പോൾ ഈ യുദ്ധത്തിന് വേറെ ഒരുപാട് തലങ്ങളിലുള്ള ഒരു മീനിങ്ങും കൂടെ ഉണ്ടായിരുന്നു. കാര്യം ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ യൂറോപ്പിനെയും ഏഷ്യയും കണക്ട് ചെയ്യുന്ന ഒരു പോയിൻ്റാണ്. നമ്മുടെ ഇന്നത്തെ വളരെ പ്രഗത്ഭമായ രാജ്യമാണത്. നമ്മൾക്ക് ആ രാജ്യത്തിൻ്റെ പേരിലേക്ക് വരാം. അപ്പോൾ ഇതിന് വെസ്റ്റ് സൈഡിലോട്ട് പടിഞ്ഞാറ് ഭാഗത്തെല്ലാം യൂറോപ്യൻ രാഷ്ട്രങ്ങളാണ്. അതായത് ഹംഗറി, ഇറ്റലി, ഫ്രാൻസ്, അതുപോലുള്ള ക്രിസ്തീയ സഭകൾക്ക് വലിയ അധികാര കേന്ദ്രങ്ങളുള്ള രാജ്യങ്ങളാണ് ഈ വെസ്റ്റ് സൈഡിലുള്ളതല്ല. എന്നാൽ ഇതിൻ്റെ ഈസ്റ്റ് സൈഡിലോ മുസ്ലിം ഭരണകൂടങ്ങൾക്ക് അല്ലെങ്കിൽ മുസ്ലിം ഐഡിയോളജിക്ക് ഒരുപാട് സപ്പോർട്ടുള്ള രാജ്യങ്ങളുള്ള സ്ഥലമാണ് ഇതിൻ്റെ ഈസ്റ്റ് സൈഡിൽ. അപ്പം ഈ സുൽത്താൻ്റെ ആക്രമണം കേവലം കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ഒരു പിടിച്ചടക്കൽ മാത്രമല്ല, അതിനുമപ്പുറം ഇത് ക്രിസ്തീയ വിശ്വാസങ്ങളുടെയും ഇസ്ലാം വിശ്വാസങ്ങളുടെയും കൂടെ ഒരു ഏറ്റുമുട്ടൽ കൂടെയാണിത്. ഈ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ഒരു ക്യാപ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ ക്രൂസിഫിക്കേഷൻ വാർ വന്നപ്പോൾ ഓർത്തഡോക്സ് ചർച്ചുകളുടെ പേരിൽ യുദ്ധങ്ങൾ നടക്കുകയും അന്ന് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കുകയും ചെയ്തു. അപ്പോൾ അത് തിരിച്ചു പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സുൽത്താൻ മെഹമ്മദ് വരുന്നത്. ആ സിറ്റി നമ്മുടേതാണ്, നമുക്കുള്ളതാണ് എന്നുള്ള ഒരു അപ്രോച്ചിലാണ് അദ്ദേഹം വരുന്നത്. അങ്ങനെ അദ്ദേഹം യുദ്ധസ്ഥലത്തെത്തുന്നു. അപ്പോൾ യുദ്ധസ്ഥലത്തെത്തുമ്പോൾ ഈ കോൺസ്റ്റാന്റിനോപ്പിൾ ശരിക്കും പറഞ്ഞാൽ വളരെ ഹൈലി ആർമി എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റി ഒന്നുമല്ല. വളരെ പ്രധാനപ്പെട്ട ഒരു സിറ്റി ആണെങ്കിൽ കൂടിയും ഇപ്പോഴും പടിഞ്ഞാറ് നിന്നും വരുന്ന പിന്നെ ഇറ്റലിയുടെയും പോപ്പിൻ്റെയും ഒക്കെ സപ്പോർട്ടിൽ ജീവിച്ചു പോകുന്ന ഒരു സ്റ്റേറ്റായിരുന്നു അത്. അപ്പോൾ അതിന് ഒരുപാട് ആർമി മെന്നൊന്നും അതിനകത്തില്ല. ആകെ മൊത്തം ഒരു 7000 പേരാണ് അതിൻ്റെ അകത്ത് ഈ കോൺസ്റ്റാന്റിനോപ്പിളിന് വേണ്ടി ഫൈറ്റ് ചെയ്യാനുള്ളത്. അതിൽ ഒരു 2000 പേര് ഫോറിനേഴ്സാണ്. ബാക്കി 5000 പേരാണ് ഈ സിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്ന ആർമി. അതിന് പല കാരണങ്ങളുണ്ട്. കാര്യം കോൺസ്റ്റാന്റിനോപ്പിളിൽ 1430കളിൽ വന്ന് 30-40 സമയത്തൊക്കെ വന്ന് ബ്ലാക്ക് ഡെത്ത് ഉണ്ട്. യൂറോപ്പിൽ 50% ആൾക്കാർ മരിച്ചുപോയ പ്ലേഗ്, 50 മില്യൺ ആൾക്കാർ മൊത്തം ഒന്ന് മരിച്ചുപോയി. യൂറോപ്യൻ പോപ്പുലേഷൻ്റെ 50% ആൾക്കാർ മരിച്ചുപോയി. അപ്പോൾ അതിലൊക്കെ ഒരുപാട് ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിളിലുള്ള. പിന്നെ പല ഭാഗത്തും ഈ പിന്നെ രാജ ഭരണകേന്ദ്രത്തിൻ്റെ പലതും വിട്ടു പോയി ചെറിയ പ്രദേശങ്ങളായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വലിയൊരു ആർമിയൊന്നും അവർക്ക് ഇല്ലായിരുന്നു. അവർക്കൊരു 7000 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ അറ്റാക്കിന് മുമ്പ് തന്നെ പിന്നെ അന്നത്തെ രാജാവായ കോൺസ്റ്റാന്റിനോപ്പിൾ 11ാമൻ അദ്ദേഹത്തിൻ്റെ അംബാസഡേഴ്സിനെ സുൽത്താൻ്റെ ഫ്രണ്ടിലോട്ട് അയച്ചു. സുൽത്താൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പാടില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ടാക്സ് കൂട്ടിത്തരണം, കപ്പം കൂട്ടിത്തരണമെങ്കിൽ അത് നമുക്ക് തരാം, നമുക്ക് എന്ത് കാര്യങ്ങളും ചർച്ച വഴി പരിഹരിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. കാര്യം ഈ ചക്രവർത്തിക്ക് അറിയാമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിളിനെ ഡിഫെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. വലിയ എക്കണോമിക് പ്രോസ്പെക്ട്സ് ഒന്നുമില്ല. ഓരോ യുദ്ധവും ഭയങ്കരമായ എക്കണോമിക് ടർബുലൻസ് അവരുടെ സിറ്റിയിൽ ക്രിയേറ്റ് ചെയ്യും. കാരണം യുദ്ധത്തിന് പോകുന്ന ഓരോ ആൾക്കാരും, മരിച്ചു വീഴുന്ന ഓരോ ആൾക്കാരും ടാക്സ് അടയ്ക്കാനുള്ള ഓരോ പൗരന്മാരാണ്. പിന്നെ അവരിൽ നിന്നും ടാക്സ് ഉണ്ടാവില്ല. അപ്പോൾ യുദ്ധം എന്ന് പറഞ്ഞാൽ പറയാൻ നമുക്ക് അന്നത്തെ കാലത്ത് പറയാൻ നമുക്ക് വളരെ എളുപ്പമാണെങ്കിൽ കൂടിയും ഇത് കാര്യങ്ങളിൽ അവരുടെ ഫൈനാൻഷ്യൽ അഫേഴ്സിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഭയങ്കര ഹെവിയാണ്. സോ എന്ത് വില കൊടുത്തും രാജാക്കന്മാർ പൊതുവിൽ യുദ്ധം അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ അവർ യുദ്ധത്തിന് പോവാറുള്ളൂ. അപ്പോൾ അങ്ങനെ സുൽത്താനെ കാണാനായിട്ട് എംപററിൻ്റെ അംബാസിഡേഴ്സ് എത്തുന്നു. അവർ പറയുന്നു, ഇത് അറ്റാക്ക് ചെയ്യരുത്, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറയുന്നു. പക്ഷേ സുൽത്താൻ അത് കേൾക്കുന്നില്ല. നിങ്ങൾ
കോൺസ്റ്റാന്റിനോപ്പിൾ പിന്നെ സറണ്ടർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചർച്ചയെ പറ്റി ആലോചിക്കാമെന്ന് പറയുന്നു. അപ്പോൾ ചക്രവർത്തിക്ക് അത് സമ്മതമല്ലായിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ നഗരം സറണ്ടർ ചെയ്യുന്നൊരു പ്രശ്നമില്ല, അതല്ലാതെ വേറെ എന്ത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് ആലോചിക്കാം, നഗരം സറണ്ടർ ചെയ്യുന്നൊരു പരിപാടി ഉദിക്കുന്നില്ല എന്ന് പറയും. അങ്ങനെ യുദ്ധമല്ലാതെ വേറൊരു മാർഗമില്ല എന്നുള്ളൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അപ്പോൾ ഈ യുദ്ധം തുടങ്ങുമ്പോൾ ഓട്ടോമാൻ സൈഡിൽ ഏതാണ്ട് 50,000 പടയാളികളുണ്ട്. 50,000 ഈ 50,000 പടയാളികൾ അപ്പുറ സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ വെറും 7,000 പടയാളികളേ ഉള്ളൂ. ഈ 50,000 പടയാളികൾ 7,000 പടയാളികൾ ഉണ്ടെങ്കിലും ഈ നേരെ പോയി ഈ 50,000 പേർക്ക് കോൺസ്റ്റാന്റിനോപ്പിൾ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം ഈ 3 ലെയർ ഓഫ് ഔട്ടർ വാൾസൊക്കെ ഉള്ളതുകൊണ്ട്. അവിടെയാണ് ഒരു ഓർബൻ എന്ന് പറയുന്ന ഒരു ജർമ്മൻ എഞ്ചിനീയർ, ജർമ്മനാണ് അല്ലെങ്കിൽ ഹംഗേറിയനാണെന്ന് പറയുന്നുണ്ട്, ജർമ്മനാണെന്ന് പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ നാഷണാലിറ്റി ഇപ്പോഴും ക്ലിയർ അല്ല. അദ്ദേഹം നമ്മുടെ സുൽത്താനെ കാണാൻ വരുന്നു. സുൽത്താനെ കാണാൻ വന്നിട്ട് സുൽത്താൻ്റെ അടുത്ത് പറയുന്നു, ഞാൻ അങ്ങേക്ക് വേണ്ടി വലിയൊരു പീരങ്കി നിർമ്മിച്ചു തരാം. ഈ പീരങ്കി അങ്ങ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ കോൺസ്റ്റാന്റിനോപ്പിളിലെ മതിലുകൾ അങ്ങേക്ക് തകർക്കാൻ സാധിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഈ കഥാപാത്രം അദ്ദേഹം പോയിട്ട് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ രാജാക്കന്മാരുടെ അടുത്ത്, അവിടുത്തെ ചക്രവർത്തിയുടെ അടുത്തും പോയിട്ട് ഇങ്ങനൊരു സാധനം ഉണ്ടാക്കി തരാം, നിങ്ങൾ ആർമിയെ പിന്നെ കംപ്ലീറ്റ്ലി അനിഹിലേറ്റ് ചെയ്യുന്നൊരു സാധനം നമുക്ക് ചെയ്യാം എന്ന് പറയുന്നു. പക്ഷേ അവരുടെ കാശില്ല. ഈ പീരങ്കി ഉണ്ടാക്കുന്ന ആളെ ഹയർ ചെയ്യാനായിട്ടുള്ള കാശ് അവരുടെ അടുത്ത് ഇല്ല. അങ്ങനെ അദ്ദേഹം എവിടെയാണോ കൂടുതൽ കാശ് തൻ്റെ സർവീസിന് കിട്ടുന്നത് അവിടെ തൻ്റെ സർവീസ് സെല്ല് ചെയ്യുക എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് അദ്ദേഹം നേരെ സുൽത്താൻ്റെ അടുത്ത് വരുന്നതും സുൽത്താൻ ഈ പീരങ്കി ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറയുന്നത്. അങ്ങനെ സുൽത്താൻ എത്ര കാശ് വേണോ തരാം, ഇത് ഉണ്ടാക്കി തരണമെന്ന് പറയുന്നു. അദ്ദേഹം പിന്നെ വലിയ വലിയ പീരങ്കി ഉണ്ടാക്കി കൊടുക്കുന്നു. അതൊരു ഭയങ്കര നീളമുള്ളൊരു വലിയ പീരങ്കി അദ്ദേഹം ഉണ്ടാകുന്നു. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഈ സുൽത്താൻ്റെ ടീം യുദ്ധസ്ഥലത്ത് എത്തുന്നത്. അപ്പോൾ എത്തിയ ഉടനെ ഡയറക്റ്റ് മിലിറ്ററി അറ്റാക്കല്ല, ഈ കാനൺ ബോൾസ് എന്ന് വെച്ചാൽ പീരങ്കി നേരെ ഈ വാളിന് നേരെ ഫയർ ചെയ്യുവാണ്. 500 കിലോഗ്രാമൊക്കെ ഭാരമുള്ള കരിങ്കല്ലൊക്കെ വെച്ചിട്ടാണ് ഈ വാളിന് നേരെ അടിക്കുന്നത് ഈ കാനൺ ബോൾസ്. കാര്യം ഈ വെടിയുണ്ട ഈ ഗൺ പൗഡർ കത്തുമ്പോഴുള്ള ഫോഴ്സിലാണ് ഈ പീരങ്കിയിൽ നിന്ന് ഈ കല്ല് തെറിച്ച് നേരെ പോകുന്നത്. അങ്ങനെ പോയി അവിടെ ഈ മതിലുകൾക്ക് വളരെ സാരമായ രീതിയിലുള്ള കേടുപാടുകൾ വരുത്താനായിട്ട് ഇവർക്ക് സാധിക്കുന്നു. പക്ഷേ മതിലുകൾ ഒരിക്കലും ഭേദിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇതേസമയം കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ സൈഡിൽ ഒരു മേഴ്സണറി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അത് ഗിസ്റ്റിനാനി എന്ന പേരുള്ള ഒരാളാണ്. അദ്ദേഹമാണ് ആ ഗ്രൂപ്പ് ലീഡ് ചെയ്യുന്നത്. അദ്ദേഹം ഈ വാൾഡ് സിറ്റീസിനെ ഡിഫെൻഡ് ചെയ്യുന്നതിൽ ഒരു എക്സ്പേർട്ടാണ് ഈ ഗിസ്റ്റിനാനി. അദ്ദേഹത്തിന് എവിടെ ആർമിയെ പ്ലേസ് ചെയ്യണമെന്നറിയാം, എങ്ങനെ അറ്റാക്ക് ചെയ്യണമെന്നറിയാം, എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് വളരെ ഭംഗിയായിട്ട് അറിയാം. അപ്പോൾ ഈ രാജാവ് കോൺസ്റ്റാന്റിനോപ്പിൾ പനോന്നോമൻ പിന്നെ ഈ കോൺസ്റ്റാന്റിനോപ്പിളിനെ ഡിഫെൻഡ് ചെയ്യുന്നതിൻ്റെ ഫുൾ ചുമതല ഈ ഗിസ്റ്റിനാനിക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഗിസ്റ്റിനാനി പിന്നെ ഈ വാളിലോട്ടുള്ള അറ്റാക്ക് കാണുന്നു. അദ്ദേഹം ആദ്യമൊന്നും അറ്റാക്ക് ചെയ്യുന്നില്ല, അദ്ദേഹം വെയിറ്റ് ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വലിയ പീരങ്കി നിർത്താതെ പിന്നെ പൊട്ടിച്ച് അതിൻ്റെ ഔട്ടർ എഡ്ജിനെല്ലാം ക്രാക്ക് വീഴുന്നു. അത് യുദ്ധസ്ഥലത്ത് വെച്ച് തന്നെ തകർന്നു പോകും. പിന്നെ വേറെ പീരങ്കികൾ അവർക്കുണ്ട്, അവരത് വെച്ചിട്ട് ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ടൈമിൽ ഗിസ്റ്റിനാനിക്ക് മനസ്സിലായി ഇവരെ പീരങ്കികൾക്ക് എന്തോ അപകടം പറ്റി, വലിയ തോതിലുള്ള പിന്നെ ഷെല്ലിങ് ഇപ്പോൾ ഇല്ല, നമുക്ക് വാൾസ് റീബിൽഡ് ചെയ്യാമെന്ന്. അദ്ദേഹം ആ ടൈമിൽ വാൾസ് റീബിൽഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതൊക്കെ ഓവർ ദ കോഴ്സ് ഓഫ് ഡേയ്സാണ് നടക്കുന്നത്. കാര്യം ഞാൻ പറഞ്ഞു ഏപ്രിൽ മാസമാണ് ഇവർ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ മതിലിനെ തകർക്കാം എന്നുള്ളൊരു പ്ലാനിൽ വലിയ പാളിച്ച പറ്റിയപ്പോൾ സുൽത്താൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ തൻ്റെ ഏറ്റവും ബെസ്റ്റ് സോൾജേഴ്സുള്ള ജാനിസറീസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഈ സുൽത്താൻ്റെ ആർമി വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു ആർമിയാണ്. അവരുടെ ആർമി ഡിവിഷൻസ് തന്നെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രഗത്ഭരായ ഒരു ഗ്രൂപ്പുണ്ട്. പിന്നെ അവരുടെ ഫൈറ്റിംഗ് സ്കിൽസ് അനുസരിച്ച് എല്ലാം തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരായിരുന്നു ജാനിസറീസ് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ അവർ യുദ്ധത്തിനായിട്ട് പോകുന്നു. യുദ്ധത്തിനായിട്ട് പോകുന്ന സമയത്ത് വളരെ ടാക്ടിക്കലായിട്ട് ഈ ഗിസ്റ്റിനാനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ അദ്ദേഹത്തിൻ്റെ ആർമിയെ ഡിപ്ലോയ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ആൾക്കാർ അവർ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പക്ഷേ അവർ വളരെ സ്പെഷ്യലി സ്കിൽഡാണ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം വേൾഡ് സിറ്റീസിൽ ഡിഫെൻഡ് ചെയ്യുന്നതും അതിനോടുള്ള അറ്റാക്ക് തകർക്കുന്നതിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ആർമി ജാനിസറീസിനെ കംപ്ലീറ്റ് അപ്പാടെ തകർത്ത് കളയുന്നു. അവസാനം ഈ ടർക്കിഷ് സൈന്യം തിരികെ പോവുകയാണ്.
അപ്പോൾ അങ്ങനെ ഈ ടർക്കിഷ് സൈന്യം തിരികെ പോകുന്നു. സുൽത്താൻ അതൊരു വലിയ അടിയാണ്. കാരണം സുൽത്താൻ അത് എളുപ്പത്തിൽ തൻ്റെ ഏറ്റവും പ്രഗത്ഭരായ ജാനിസറീസ് ഇത് കീഴടക്കുമെന്ന് വിചാരിച്ചു, കോൺസ്റ്റാന്റിനോപ്പിൾ ചെന്ന് കീഴടക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഉണ്ടായില്ല. അങ്ങനെ വീണ്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഈ ഫൈറ്റ്സ് നടക്കുന്നുണ്ട്. പക്ഷേ ഗിസ്റ്റിനാനി വളരെ ടാക്ടിക്കലായിട്ട് അദ്ദേഹത്തിൻ്റെ ആൾക്കാരെ ഡിപ്ലോയ് ചെയ്യുകയും ആർമി അറ്റാക്കുകളെല്ലാം തന്നെയും ബ്രേക്ക് ഔട്ട് ചെയ്യുകയും ചെയ്തു. സുൽത്താൻ അവസാനം നിൽക്കക്കളിയില്ല. ഇത് എന്ത് ചെയ്യണമെന്ന് സുൽത്താൻ അറിയത്തില്ല. അപ്പോൾ ഗിസ്റ്റിനാനിക്ക് അറിയാം ഈ സുൽത്താൻ്റെ ആർമിക്ക് ഒരുപാട് നാൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇവർ ഈ സാധനങ്ങളും സ്ഥലങ്ങളും പരിപാടികളും എല്ലാം കൊണ്ടാണ് വന്നിരിക്കുന്നത്. 10,000-50,000 ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ഫുഡ്, അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതത്ര എളുപ്പത്തിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. സിറ്റിക്ക് അകത്ത് നിൽക്കുന്ന, കോൺസ്റ്റാന്റിനോപ്പിളിനകത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് അത് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ പുറത്ത് വന്ന് അറ്റാക്ക് ചെയ്യാൻ പോകുന്ന സൈന്യത്തിന് അത് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്നല്ല, ഏതൊരു സ്ഥലത്തെ ആയാലും വെളിയിൽ നിന്ന് വന്ന് അറ്റാക്ക് ചെയ്യുന്ന സൈന്യത്തിന് സപ്ലൈ ചെയിൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സപ്ലൈ ചെയിൻ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ബേസിക്കലി അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അവർ ഏതർ ബാക്ക് ഔട്ട് ചെയ്ത് പോകും, അല്ലെങ്കിൽ ആ യുദ്ധത്തിൽ അവർ തോൽക്കും. ഈ 2 പോസിബിലിറ്റീസാണുള്ളത്. അപ്പോൾ ഗിസ്റ്റിനാനിക്ക് അതറിയാം. ഈ ഒരുപാട് നാൾ സുൽത്താൻ്റെ ആർമിക്ക് ഈ ഫൈറ്റ് നടത്താൻ സാധിക്കില്ല എന്നുള്ളത് ഗിസ്റ്റിനാനിക്ക് അറിയാം. അപ്പോൾ ഈ അവസാനം സുൽത്താൻ വേറൊരു ഐഡിയ കണ്ടുപിടിക്കുന്നു. അതായത് ഭൂമിക്ക് അടിയിൽ കൂടെ തുരങ്കം ഉണ്ടാക്കിയിട്ട് ഈ മതിലുകളുടെ അടിയിൽ കൂടെ തുരങ്കം ഉണ്ടാക്കി കോൺസ്റ്റാന്റിനോപ്പിളിനകത്തേക്ക് ചെല്ലുക എന്നുള്ള ഒരു പരിപാടി അദ്ദേഹം കണ്ടുപിടിക്കുന്നു. അതിനുവേണ്ടി അദ്ദേഹം സെർബിയയിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവരുന്നു. അപ്പോൾ ഈ സെർബിയയിൽ ആ പ്രദേശത്ത് തന്നെ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ നിന്ന് അദ്ദേഹം ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അവർ ഈ മണ്ണിനടി കൂടെ തുരങ്കം ഉണ്ടാക്കാനായിട്ട് നോക്കുന്നു. അങ്ങനെ തുരങ്കം ഉണ്ടാക്കാനായിട്ട് നോക്കി അപ്പർ സൈഡിലെത്താനായപ്പോൾ നമ്മൾ കോൺസ്റ്റാന്റിനോപ്പിൾ ചക്രവർത്തി ജോഹന്നാസ് ഗ്രാൻഡ് എന്ന് പറയുന്ന വേറൊരാൾ കൊണ്ടുവന്നു. അദ്ദേഹം ഇത്തരം ടണൽ ഉണ്ടാക്കുമ്പോൾ അത് എവിടെ കൂടെ ഉണ്ടാകും, എങ്ങനെയൊക്കെയാണ്, ഒരു ടണൽ എക്സ്പേർട്ടാണ്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടണൽ വാർ എക്സ്പേർട്ടാണ്. അപ്പം അദ്ദേഹത്തിന് ചില ടാക്ടിക്സൊക്കെ ഉപയോഗിച്ചിട്ട് എവിടെ കൂടെയാണ് ടണൽ വരുന്നതെന്ന് അദ്ദേഹത്തിന് മുൻകൂട്ടി തന്നെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അദ്ദേഹം അത് മനസ്സിലാക്കുന്നു. എന്നിട്ട് ഇവരെന്ന് വെച്ചാൽ ഗ്രീക്ക് ഫയർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ ഗ്രീക്ക് ഫയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഓയില്, പെട്രോൾ പോലത്തെ കത്തുന്ന ഓയില്, അത് സ്പ്രേ ചെയ്തതിന് ശേഷം കത്തിക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. ഇവരിത് ടണലിനകത്തോട്ട് ഈ വലിയ വലിയ ക്യാനുകൾ, ബാരൽസിൽ കൊണ്ടുവന്ന ഓയിൽസ് എടുത്ത് ഫ്ലഷ് ചെയ്തിട്ട് അതിൻ്റെ അകത്തോട്ട് തീ കത്തിക്കും. അങ്ങനെ ഈ ടണൽ വഴി അറ്റാക്ക് ചെയ്യുക എന്നുള്ളൊരു പ്രോസ്പെക്റ്റും ഇല്ലാതെയാവുന്നു. സുൽത്താൻ ആകെ ഗതികെട്ട ഒരവസ്ഥയാണ്. അദ്ദേഹം പിൻവാങ്ങാം എന്നൊരു സിറ്റുവേഷനിലെത്തുന്നു. അപ്പോൾ ഇത്തവണ സുൽത്താൻ കോൺസ്റ്റാന്റിനോപ്പിൾ ചക്രവർത്തിക്ക് തൻ്റെ അംബാസഡേഴ്സിനെ അയക്കുന്നു. അവർ കോൺസ്റ്റാന്റിനോപ്പിൾ ചക്രവർത്തിയോട് പറയുന്നു, നിങ്ങൾ ഈ നഗരം സറണ്ടർ ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ വിശ്വാസങ്ങളെയും ഞങ്ങൾ അതുപോലെ കീപ്പ് ചെയ്യാൻ സമ്മതിക്കാം, യുദ്ധം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം, കോൺസ്റ്റാന്റിനോപ്പിൾ ഓട്ടോമൻ എംപയറിൻ്റെതായി അറിയപ്പെടും എന്നുള്ള രീതിക്ക് അദ്ദേഹം പറയുന്നു. അപ്പോൾ ചക്രവർത്തിക്ക് അത് സമ്മതമല്ലായിരുന്നു. അപ്പോൾ ചക്രവർത്തി വേറൊരു ഐഡിയ വെച്ചു. അതായത് ഇതുവരെ നിങ്ങൾ പിടിച്ചടക്കിയ എല്ലാ പ്രദേശങ്ങളും നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം, സുൽത്താന് കീപ്പ് ചെയ്യാം. ഈ സിറ്റി വേണമെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ടാക്സ് എന്തെങ്കിലും വേണമെങ്കിൽ അത് തരാം, അങ്ങനെയുള്ള എന്ത് ഫൈനാൻഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം, പക്ഷേ സിറ്റി വിട്ടുതരാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പം സുൽത്താൻ വീണ്ടും രണ്ടുപേർക്കും സമ്മതമല്ലാത്ത എഗ്രിമെൻറ്റ്സ് ആയിരുന്നു അതെല്ലാം തന്നെ. വീണ്ടും യുദ്ധം ഒരു കലാശ പോരാട്ടത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെ പോരാട്ടത്തിലേക്ക് പോകുന്ന സമയത്ത് ഈ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ അകത്ത് അവർ ശരിക്കും പറഞ്ഞാൽ ഇറ്റലിയിൽ നിന്നും ഹെൽപ്പ് വരും, ഇറ്റലിയിൽ നിന്നുള്ള വെനീസിൽ നിന്നും വെനീഷ്യൻ ഫ്ലീറ്റ്സ് അവരെ ഹെൽപ്പ് ചെയ്യാൻ വരും, പട്ടാളക്കാർ വരും എന്നുള്ള ഒരു അസംഷനിൽ ഇരിക്കുമായിരുന്നു. എന്നാൽ ഇറ്റലിയിൽ നടന്നത് ഈ കോൺസ്റ്റാന്റിനോപ്പിളിനെ ഹെൽപ്പ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ചർച്ചയായിരുന്നു. അതിന് വലിയൊരു ഡിഫറെൻ്റ് ആംഗിളുണ്ട്. അതായത് ഈസ്റ്റ് ചർച്ചസ്, വെസ്റ്റ് ചർച്ചസ്, ഓർത്തഡോക്സ് ചർച്ചസും അൺഓർത്തഡോക്സ് ചർച്ചസും തമ്മിലുള്ള ഒരു മെർജറും ഒക്കെ ബന്ധപ്പെട്ട് ഒരു ഡിഫറെൻറ്റ് സ്റ്റോറിയാണ്. പക്ഷേ എന്തായാലും ഇറ്റലിയിൽ നിന്ന് അവർക്ക് ഹെൽപ്പ് കിട്ടാനായിട്ട് ഒരുപാട് ലേറ്റായി, ഒരു ഉദ്ദേശിച്ച രീതിയിലുള്ള ഹെൽപ്പ് കിട്ടിയില്ല. എന്ന് മാത്രമല്ല, യുദ്ധം തുടങ്ങുന്ന സമയത്ത് കോൺസ്റ്റാന്റിനോപ്പിളിനകത്തുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പട്ടാളക്കാരും വെനീഷ്യൻ ഇറ്റാലിയൻ സോൾജേഴ്സും മറ്റുമൊക്കെ അവർ ഒരു കപ്പലുണ്ടായിരുന്നു, അതിൽ കയറി പോവുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഈ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട്, ഫുഡും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ കപ്പലുകൾ കോൺസ്റ്റാന്റിനോപ്പിൾ വരുന്നുണ്ടായിരുന്നു.
അപ്പോൾ ഈ സപ്ലൈ ചെയിനെ ചോക്ക് ചെയ്യുക എന്നുള്ളൊരു മിലിറ്ററി ടാറ്റിക്സ് ഉണ്ട്. അതുവഴി ഈ സുൽത്താൻ്റെ ആൾക്കാർ ഈ കപ്പലിന് തീയിടാൻ ശ്രമിക്കുന്നു. അവർ അറ്റാക്ക് ചെയ്യുന്നു. അവർ 3 കപ്പലുകളാണ്, 3 കപ്പലും അറ്റാക്ക് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ലിറ്ററലി കപ്പലിന് തീയിടുന്നു. പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റ് കാറ്റ് മാറി വീശുന്നു. കപ്പലുകൾ വളരെ സേഫായിട്ട് പിന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ തുറമുഖത്ത് അടുക്കുന്നു. അപ്പോൾ അതോടെ ഈ സുൽത്താനൊരു കാര്യം മനസ്സിലായി. കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ ഫ്രണ്ടൽ അറ്റാക്കിലൂടെ പോസിബിൾ അല്ല. ഒരു സൈഡിൽ നിന്നുള്ള അറ്റാക്കിലൂടെ പോസിബിൾ അല്ല. 2 സൈഡിൽ നിന്നും അറ്റാക്ക് ചെയ്യണം. അതായത് ഒരു സൈഡിൽ സീയിൽ നിന്നും അറ്റാക്ക് ചെയ്യണം, മറ്റേ സൈഡ് ആർമിയായിട്ട് ക്യാനൺസും അല്ലാത്ത ആർമിയൊക്കെ അറ്റാക്ക് ചെയ്യണം എന്നുള്ള രീതിയിലായിരുന്നു സുൽത്താൻ മനസ്സിലായി അതാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുൽത്താൻ്റെ ആർമി വളരെ ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ഒരു ആർമിയായിരുന്നു. കാര്യം ഇത്രയും ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അറിയാമായിരുന്നു യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ ശവശരീരമുണ്ടെങ്കിൽ ശവശരീരങ്ങൾ ബേൺ ചെയ്യണം, ഇല്ലെങ്കിൽ അവ സാംക്രമിക രോഗങ്ങളുണ്ടാക്കും. അതുപോലെ തന്നെ ഹ്യൂമൻ എക്സ്ക്രീമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് പിന്നെ ക്ലിയർ ഔട്ട് ചെയ്യണം. വാട്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫുഡിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ജലം. അത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ഒരു റേഷൻ ചെയ്യണം എന്നൊക്കെ ഉള്ള വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് സുൽത്താൻ്റെ ആർമിക്കകത്ത് ഉണ്ടായിരുന്നു. വൺ ഓഫ് ദ ബെസ്റ്റ് ആർമി ഓഫ് ദാറ്റ് ടൈം ആയിരുന്നു പുള്ളിയുടെ. അപ്പോൾ അങ്ങനെ സുൽത്താൻ ഇത് മനസ്സിലായി 2 സൈഡിൽ നിന്നും അറ്റാക്ക് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ആ ടൈമിലാണ് ഇത് മനസ്സിലാക്കിയ സുൽത്താൻ ഒരു അൺതിങ്കബിൾ ആയിട്ടുള്ളൊരു കാര്യം ചെയ്യുവാണ്. അൺതിങ്കബിൾ എന്ന് പറഞ്ഞാൽ ലിറ്ററലി അൺതിങ്കബിൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുവാണ്. അദ്ദേഹം തൊട്ടടുത്തുള്ള ഒരു വില്ലേജ്, ഒരു പ്രോവിൻസിലുള്ള ഒരു ഗവർണറെ കണ്ടിട്ട് പറയുന്നു, നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യും, എത്ര കാശ് വേണമെങ്കിലും നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. അപ്പോൾ അത്തരം പ്രോവിൻസൊക്കെ അവരൊരു ന്യൂട്രൽ പൊസിഷൻ സ്വീകരിക്കുന്ന പ്രോവിൻസാണ്. അവർക്ക് വേണമെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിളിനെയും കൂടെ നിൽക്കാം, അല്ലെങ്കിൽ ഇപ്പുറത്ത് സുൽത്താനെയും കൂടെ നിൽക്കാം. അപ്പോൾ ഇയാളടുത്ത് പറയുന്നു. അപ്പോൾ ഇയാൾക്ക് കോൺസ്റ്റാന്റിനോപ്പിളിനുള്ള ചക്രവർത്തിയെ അറിയാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. സുൽത്താൻ പറഞ്ഞു, എൻ്റെ കൂടെ നിൽക്കണം, നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണമുണ്ടാകും, നിങ്ങൾക്ക് വലിയ ഫൈനാൻഷ്യൽ ഗുണങ്ങളൊക്കെ ഉണ്ടാകും എന്നൊക്കെ പറയുന്നു. അപ്പോൾ അവസാനം അയാൾ അത് സമ്മതിക്കുന്നു. എന്നിട്ട് ഈ സുൽത്താൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പിന്നെ നേവി ഫ്ലീറ്റ് അപ്പുറത്തെ സൈഡിൽ നിൽക്കുവാണ്. അപ്പോൾ ഈ നേവി ഫ്ലീറ്റിനെ ഈ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നേവി ഫ്ലീറ്റിൽ നിന്നും കോൺസ്റ്റാന്റിനോപ്പിളിന് ഒരു അറ്റാക്ക് കൊടുക്കാം, അപ്പുറ സൈഡിൽ നിന്നും ലാൻഡ് വഴി ആർമി വഴി ഒരു അറ്റാക്ക് കൊടുക്കാം. അതാണ് ഐഡിയ. ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ നേവൽ ഫ്ലീറ്റിനെ കര വഴി ഒരു ക്രോസ് ഓവർ ചെയ്ത് ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവരും. അതായത് കടലിൽ നിൽക്കുന്ന നേവൽ ഫ്ലീറ്റിനെ സീയിൽ നിന്ന് ലാൻഡിൻ്റെ സൈഡിലോട്ട് കൊണ്ടുവന്നിട്ട് കര വഴി വലിച്ച് ഓരോ കപ്പലും ബോട്ടും വലിച്ച് മറ്റേ പ്രോവിൻസ് വഴി വലിച്ച് ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്ന് വീണ്ടും അവരത് ഇത് കടലിലോട്ട് ഇറക്കും. കാര്യം അവർക്ക് കറങ്ങി വരാൻ പറ്റില്ല, അവിടെ ഒരു ബ്ലോക്കേഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കോൺസ്റ്റാന്റിനോപ്പിളിലെ സോൾജേഴ്സ് അവിടെ ഒരു ബ്ലോക്കേഡ് ഇട്ടിട്ടുണ്ട്. ആ ബ്ലോക്കേഡ് ഇട്ടുള്ള കാരണം അവർക്ക് ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വലിയ തടി കഷ്ണങ്ങൾ, വലിയ ഭീമാകരമായ തടി കഷ്ണങ്ങളുണ്ട് അവിടെ ലോക്കിട്ടിട്ടുള്ളത്. അവർക്ക് അതുവഴി വരാൻ പറ്റില്ല. അവർ ലാൻഡ് വഴി വന്നു. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. വളരെ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള, ഭയങ്കര ഹൈ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു തന്ത്രജ്ഞനായിരുന്നു ഈ സുൽത്താൻ മുഹമ്മദ് രണ്ടാമൻ. അദ്ദേഹത്തിൻ്റെ പിന്നെ ബോട്ടുകളെ കൊണ്ട് ഫുൾ ഇപ്പുറത്ത് കൊണ്ടുവന്നു. ആ ബോട്ടുകൾ ഇപ്പുറത്ത് വന്നതോടുകൂടി കോൺസ്റ്റാന്റിനോപ്പിൾ ചക്രവർത്തിക്ക് മനസ്സിലായി ദ ടൈം ഈസ് നിയർ. ബിക്കോസ് ഇനി രക്ഷയില്ല, ഇനി 2 സൈഡിൽ നിന്നും അറ്റാക്ക് വരും, വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഗിസ്റ്റിനാനി അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് എഫേർട്ട് ഇടുവാണ് ഇതിനെല്ലാം ഡിഫെൻഡ് ചെയ്യുന്നതിൻ്റെ അകത്ത്. പക്ഷേ ഇനി ആ ഒരു ഡിഫൻസ് എത്ര നേരം നിൽക്കുമെന്ന് അറിയത്തില്ല. കാര്യം വളരെ പെട്ടെന്ന് തന്നെ ഇനി അഡ്വാൻസ്മെൻ്റ് ഉണ്ട്. 2 സൈഡിലും കൂടി ഡിഫെൻഡ് ചെയ്യാനുള്ള അത്രയും സോൾജേഴ്സ് ഇവർക്കില്ല. അപ്പോൾ ഇവരുടെ സൈഡിലും കനത്ത നാശനഷ്ടം വരുന്നു. ഇത് ഹ്യൂമൻസിൻ ലൈഫ് ലോസ് വരുന്നു കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ സൈഡിൽ. അങ്ങനെ യുദ്ധത്തിൽ ഇടയ്ക്ക് വെച്ച് ഗിസ്റ്റിനാനിക്ക് ഈ ഓട്ടോമാൻ സൈന്യം ശക്തമായി ഇടിച്ച് ഈ വോൾസ് തകർത്ത് ഏറ്റവും അകത്തുള്ള കോട്ടയ്ക്ക് അകത്ത് കയറുന്നു. ഗിസ്റ്റിനാനിക്ക് പരിക്കേൽക്കുന്ന അദ്ദേഹം ഒരു ബോട്ടിൽ കയറി രക്ഷപ്പെടുകയാണ്. അവസാന നിമിഷം വരെയും ഫൈറ്റ് ചെയ്യുവാണ്. പക്ഷേ ഇനി ഫൈറ്റ് ചെയ്താൽ രക്ഷയില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഒരു ബോട്ടിൽ കയറി രക്ഷപ്പെടുന്നു. പിന്നീട് അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഓട്ടോമാൻ സുൽത്താൻ മുഹമ്മദ് പേടിച്ചിരുന്ന ഒരാളായിരുന്നു ഈ ഗിസ്റ്റിനാനി. ഈ യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് സുൽത്താൻ മുഹമ്മദ് ശരിക്കും ഗിസ്റ്റിനാനിയെ പോയി കാണുകയും
നീ എൻ്റെ കൂടെ നിൽക്കണം, നീ എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകും എന്നുള്ള രീതിയിലൊക്കെ പറയുകയും ചെയ്തു. പക്ഷേ ക്രിസ്ത്യാനിക്ക് അവരൊരു മാൻ ടു മാൻ ടോക്കാണ്, അല്ലാതെ നമ്മൾ കാണുമ്പോൾ എടുത്ത് വാളെടുത്ത് കുത്താനൊന്നും പോയില്ല. അദ്ദേഹം പറഞ്ഞു എനിക്കതിൽ താല്പര്യമില്ല, അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഒരു താല്പര്യമില്ല എന്ന് പറയുന്നു. അങ്ങനെ അവസാനം ക്രിസ്ത്യാനി രക്ഷയില്ലാതെ വളരെ മാരകമായാണ് അദ്ദേഹത്തിന് മുറിവേക്കുന്നത്. അവിടുന്ന് അദ്ദേഹം രക്ഷപ്പെടുന്നു. പക്ഷേ എന്നാൽ കോൺസ്റ്റാന്റിനോപ്പിൾ രാജാവ് രക്ഷപ്പെടാനുള്ള മാർഗം ഉണ്ടായിട്ടും, ചക്രവർത്തി റോമാ സാമ്രാജ്യത്തിൻ്റെ അവസാന ചക്രവർത്തിയാണ്, രക്ഷപ്പെടാനുള്ള മാർഗം ഉണ്ടായിട്ടും അദ്ദേഹം രക്ഷപ്പെടുന്നില്ല. അദ്ദേഹം തന്നെ ഇമ്പീരിയൽ ഗൗണുണ്ട്, ഇമ്പീരിയൽ ഗൗൺ എന്ന് വെച്ചാൽ രാജാക്കന്മാർ മാത്രം ഇട്ടിരിക്കുന്ന രാജകീയ വസ്ത്രമുണ്ടല്ലോ, അത് വലിച്ചെറിഞ്ഞിട്ട് അദ്ദേഹം പടയാളികളുടെ ചേർന്ന് യുദ്ധം ചെയ്ത് മരണം വരിക്കുകയാണ്. അതൊരു വളരെ എമിനൻ്റ് ആയിട്ടുള്ള റൂളറുടെ ലക്ഷണങ്ങളായിരുന്നു. ഒരിക്കലും തന്നെ സിറ്റിയെ അദ്ദേഹം പണയം വെച്ചില്ല, അടിയറവ് പറഞ്ഞില്ല, ആൾക്കാരെ അദ്ദേഹം വിട്ടുകളഞ്ഞില്ല. അവസാന നിമിഷം വരെ അവരുടെ കൂടെ നിന്ന് പോരാടി സീസർ പോലുള്ള മഹാരഥന്മാരുടെ പേര്, ആ പേരിൻ്റെ വാല്യൂ കീപ്പ് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം ഒരു വീരമൃത്യു വരികയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ് സുൽത്താൻ മെഹമ്മദിൻ്റെ ആർമി കോൺസ്റ്റാന്റിനോപ്പിൾ കംപ്ലീറ്റ് ആയിട്ട് കീഴടക്കുന്നു. അപ്പോൾ സുൽത്താൻ അദ്ദേഹത്തിൻ്റെ ആർമിക്ക് കൊടുത്തിരുന്ന വാക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിറ്റി നമ്മൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള 3 ദിവസം നിങ്ങൾക്ക് അവിടെ എന്ത് വേണോ ചെയ്യാം, ആ സിറ്റിക്കകത്ത് നിങ്ങൾക്ക് എന്ത് വേണോ ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സൈന്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിറ്റി ആക്രമിച്ച് കീഴ്പ്പെടുത്തി. മെയ് 29, 1453 കോൺസ്റ്റാന്റിനോപ്പിൾ സുൽത്താൻ ഓട്ടോമൻ എംപയർ കീഴടക്കുന്നു. ഏതാണ്ട് 55 ദിവസം നീണ്ടു നിന്ന യുദ്ധമായിരുന്നു. 2 സൈഡിലുള്ള ആൾക്കാരും പോരാടി തളർന്ന് പിൻവാങ്ങുന്ന ഒരവസ്ഥയിലായിരുന്നു. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ രാജാവിൻ്റെ അവിടെ അവസാനം കാശില്ലാതെ ഈ കൊട്ടാരത്തിൻ്റെ അകത്തുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് ഉരുക്കി കോയിൻസ് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. കോപ്പർ പാത്രങ്ങളൊക്കെ ഉരുക്കി കോയിൻസ് ഉണ്ടാക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർ ലാസ്റ്റ് ചെയ്തില്ല. സുൽത്താൻ മെഹമ്മദിൻ്റെ യുദ്ധതന്ത്രങ്ങളായിരുന്നു വിജയം കൊണ്ടത്. അങ്ങനെ ഈ അകത്ത് കയറിയ ആർമി സുൽത്താൻ പറഞ്ഞതനുസരിച്ച് 3 ദിവസം പ്ലണ്ടർ ഔട്ട് ചെയ്യുമായിരുന്നു സിറ്റിയെ. ലിറ്ററലി പറഞ്ഞാൽ ആ സിറ്റിയെ നാമാവിശേഷമാക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഓരോ വീടുകളും അവർ കയറി ഇറങ്ങി. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടായിരുന്നു. വയസ്സായ ആൾക്കാരെ വധിച്ചു. അതിൽ സോഫിയ ഹാഗിയ എന്ന് പറയുന്ന ഒരു വലിയ മോസ്കുണ്ട്, പള്ളി, അതൊരു ക്രിസ്ത്യൻ ചർച്ചായിരുന്നു. ആ ചർച്ചിൻ്റെ അകത്ത് അവിടുത്തെ പൂജാരിമാരും പ്രീസ്റ്റുമാരൊക്കെ പിന്നെ വാതിലൊക്കെ കെട്ടി ചങ്ങലയൊക്കെ ഇട്ടൊക്കെയാണ് അതിൻ്റെ അകത്ത് വിശ്വാസികളെ ഒരുപാട് ആൾക്കാരിടുന്നു. അവർ പ്രാർത്ഥിച്ചിരുന്നത് എങ്ങനെയെങ്കിലും ദൈവം നമ്മളെ രക്ഷിക്കും എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. ഓട്ടോമൻ പടയാളികൾ ആ ഡോർ തകർത്ത് അകത്ത് കയറി അതിൻ്റെ അത് വൃദ്ധരായിട്ടുണ്ടായിരുന്ന ആൾക്കാർക്കെതിരെ അവരെല്ലാം തന്നെ വധിച്ചു. ആവാലവൃന്ദം ജനങ്ങൾക്കെതിരെയും വലിയ തോതിലുള്ള ആക്രമണം ഇവരഴിച്ചുവിട്ടു. എന്ന് വെച്ചാൽ ലിറ്ററലി ലൈക്ക് ലൂട്ട് ആൻഡ് കിൽ എന്നുള്ള ഒരു പോളിസി ആയിരുന്നു. അതിൽ ഒരു കാര്യം മാത്രമെന്ന് പറഞ്ഞാൽ, സുൽത്താന് ആൾക്കാരെ അറ്റാക്ക് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ആൾക്കാരെ ഉപദ്രവിക്കുന്നതിനോ ഒന്നും യാതൊരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ സിറ്റിയിലുള്ള ഒരു ബിൽഡിങ്ങോ ഒന്നും തന്നെയും തകർക്കാൻ പാടില്ല. ആ സംഭവങ്ങളെല്ലാം തന്നെ എനിക്കുള്ളതാണ്, ഞാൻ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ, ഞാൻ ഭരിക്കാൻ പോകുന്ന സ്ഥലമാണിത് എന്നുള്ള ഒരു അപ്രോച്ചായിരുന്നു ഈ സുൽത്താൻ്റെത്. ഈ സോഫിയ ഹാഗിയ പിന്നീട് ഒരു മോസ്കാറ്റ് കൺവേർട്ട് ചെയ്യപ്പെട്ടു. ഇപ്പോൾ അത് കറൻ്റ്ലി 2020 തൊട്ട് ഒരു മ്യൂസിയമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വലിയ തോതിലുള്ള ആക്രമണം നടക്കുകയും 3-ാം ദിവസം സുൽത്താൻ ഒരു ഉത്തരവിറക്കി, ഇന്നത്തോടുകൂടി എല്ലാ ആക്രമണങ്ങളും നിൽക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസങ്ങളെ പിന്തുടരാം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ചക്രവർത്തി ഒരു സ്ഥലം ആക്രമിച്ച് കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവരുടെ വിശ്വാസം ഫോർ ഫ്രണ്ടിൽ നീക്കുകയും അവരുടെ വിശ്വാസം എല്ലാവരുടെയും പുറത്ത് അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് കാലാകാലങ്ങളായി ഉള്ളത്. അതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു മതത്തിൻ്റെ വിശ്വാസം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ക്രിസ്ത്യൻ മതമായാലും ഇസ്ലാം മതമായാലും ഹിന്ദു മതമായാലും ഇതെല്ലാത്തിലും കഥ ഒന്ന് തന്നെ. ഈ അടിച്ചമർത്തപ്പെടുന്നവൻ താഴ്ന്നു പോവുകയും മുകളിൽ നിന്നും അത് ചെയ്യുന്നവൻ അവൻ്റെ വിശ്വാസങ്ങളും ഐഡിയോളജിയും എല്ലാം അവരിൽ എൻഫോഴ്സ് ചെയ്യുകയും ചെയ്യും. അത് വളരെ ഒരു പ്രൈം എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ യുവാൾ നോവ ഹരാരിയുടെ സേപ്പിയൻസ് എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്.
ആ ബുക്കിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് പല സെൽറ്റിക് ഗോഡ്സും ഈ യൂറോപ്യൻ സ്ഥലങ്ങളിൽ നിന്ന് ദൈവവിശ്വാസങ്ങളാണ് അതെല്ലാം. അപ്പോൾ അത്തരം ദൈവങ്ങളെല്ലാം തന്നെ അവരെ പുറത്ത് 100, 300, 500 വർഷം മുമ്പ് അറ്റാക്ക് ചെയ്യാൻ വന്ന ആൾക്കാർ അവിടെ കൊണ്ടുവന്ന ഒരു ദൈവസങ്കല്പങ്ങളൊക്കെയാണെന്നാണ്. അപ്പോൾ ശരിക്കും പിന്നീട് അത് അവരുടെ ഒരു റെഗുലർ ആചാര രീതിയായി മാറുകയും അവർക്ക് തന്നെ അറിയത്തില്ല അവരുടെ പിൻതലമുറക്കാർ ആരെയാണ് പ്രാർത്ഥിച്ചിരുന്നത് എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ തന്നെയുള്ള ഒരു സമ്പ്രദായമായിരുന്നു ഇവിടെ ഉള്ളത്. പക്ഷേ സുൽത്താൻ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വിശ്വാസങ്ങൾ കീപ്പ് ചെയ്യാം, നിങ്ങൾക്ക് മുന്നോട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ സമയമായപ്പോൾ സിറ്റി ഏതാണ്ട് കംപ്ലീറ്റ്ലി നശിക്കപ്പെട്ടിരുന്നു. ഒരുപാട് ആൾക്കാർ അടിമകളായി സെൽ ഓഫ് ചെയ്യപ്പെട്ടു. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരുപാട് ആൾക്കാർ അടിമച്ചന്തകൾ വിൽക്കപ്പെട്ടു. ബാക്കി വരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന നഗരം പിന്നീട് സുൽത്താൻ മുഹമ്മദിൻ്റെ പ്രധാന ഭരണകേന്ദ്രമായി മാറുകയായിരുന്നു. അപ്പോൾ ഈ ഭരണകേന്ദ്രമായി മാറിയ സ്ഥലമാണ് പിന്നീട് ടർക്കി ആയി മാറിയത്. ഇസ്താംബുൾ ആണ് ടർക്കിയായി. കോൺസ്റ്റാന്റിനോപ്പിൾ പിന്നീട് ഇസ്താംബുളും, ഇസ്താംബുൾ ടർക്കിയിലെ ഒരു വലിയ ടർക്കി എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഒരു വലിയ സിറ്റിയായി മാറുകയും ചെയ്തിരുന്നു. തലസ്ഥാനം അങ്കാരയാണ്. ഒരു വലിയ സിറ്റിയായി മാറുകയും അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിഫൈങ് ക്യാപിറ്റലായി മാറുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഈ സുൽത്താന് വലിയ തലവേദന കൊടുത്ത ഒരാളുണ്ടായിരുന്നു. അയാളുടെ പേര് നമുക്കെല്ലാം വളരെ സുപരിചിതമാണ്. നേരെയുള്ള പേര് നമുക്ക് അറിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ കേൾക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അതിൻ്റെ പേരാണ് ഡ്രാക്കുള. ആ കഥ നമ്മൾ അടുത്ത എപ്പിസോഡിൽ പറയാം. അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ എപ്പിസോഡിലെ എൻ്റെ കഥ നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസ് ആയിട്ടുണ്ട്. സീരീസിൻ്റെ പേര് ഓട്ടോമൻ, ദ റൈസ് ഓഫ് ഓട്ടോമൻ എംപയർ എന്നാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ആ സീരീസ് കാണുക. ഗംഭീരം സീരീസാണ്. ഒരു പ്രോപ്പർ സീരീസ് പോലെ അല്ല, പ്രൊഫസേഴ്സൊക്കെ അവരുടെ ഒപ്പീനിയൻസ് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി സീരീസ് കൈൻഡ് ഓഫ് തിങ് ആണ്. അതിൽ സുൽത്താൻ മുഹമ്മദായിട്ട് വരുന്ന ആളുടെയും ഈ ഗസ്റ്റിനാനിയായിട്ട് വരുന്ന ആളുടെയൊക്കെ പെർഫോമൻസ് ഒക്കെ വളരെ ഗംഭീരമാണ്. ഈ വിഷ്വൽസ് എല്ലാം കുറച്ചും കൂടെ എക്സ്പ്രസീവായിട്ട് അതിൽ ആ സീരീസിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. ലോക ചരിത്രത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. കാര്യം സുൽത്താൻ മെഹമ്മദിൻ്റെ അറ്റാക്കും ഓട്ടോമൻ എംപയറിൻ്റെ റൈസുമൊക്കെ പിന്നീട് ഒരു ഇസ്ലാമിൻ്റെ റൈസുമായിട്ട് കംപ്ലീറ്റ്ലി റിലേറ്റായി കിടക്കുന്നു. ഇസ്ലാം ക്രിസ്ത്യൻ കോൺഫ്ലിക്റ്റുകളുടെ വലിയ ഒരു മെയിൻ പിവട്ടൽ പോയിൻ്റായി വിശേഷിക്കപ്പെടുന്ന ഒന്നാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. യൂറോപ്യൻസിന് പിന്നീട് ഡയറക്റ്റായിട്ട് ഏഷ്യയിലേക്ക് ആക്സസ് കിട്ടുന്നു. 1922 ആയിരുന്നു ഓട്ടോമൻ എംപയർ തകർന്നു വീഴുന്നത്. അത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ അവസാനത്തെ ഓട്ടോമൻ ചക്രവർത്തി ഒരു റോങ് സൈഡ് എടുക്കുകയും യുദ്ധത്തിൽ അവർ തോറ്റുപോവുകയും ചെയ്യുന്നു. അതോട് ഓട്ടോമൻ എംപയർ ഇല്ലാതെയാവുന്നു. അങ്ങനെ വലിയ 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 ഇൻഫ്ലുവൻസ് ലോക ചരിത്രത്തിലുണ്ടാക്കി. ഇന്ന് നമ്മളെ ചുറ്റുപാട് നടക്കുന്ന പല കാര്യങ്ങളും, സിറിയ, ഇറാഖ്, ഇറാൻ, അവിടെയുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളും മറ്റുമൊക്കെ നമ്മൾ പുറകിലോട്ട് നോക്കി ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ കോൺസ്റ്റാന്റിനോപ്പിളും അതിൻ്റെ കോൺക്വസ്റ്റും അവിടുത്തെ റൂളിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഓട്ടോമൻ എംപയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ സീരീസ് കാണുക. നിങ്ങൾ വീഡിയോസിലെ കമൻറ്റ്സ് ഫീഡ്ബാക്കിൽ വീഡിയോസിലെ ഫീഡ്ബാക്ക് കമൻസിൽ പറയുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഡ്രാക്കുളയും സുൽത്താൻ മെഹമ്മൂദും തമ്മിലുള്ള കഥ അടുത്ത വീഡിയോയിൽ. ബൈ.